6 വർഷത്തിന് ശേഷമാണ് ഞാൻ ബൈക്കെടുത്ത് ഇച്ചിരി ദൂരം യാത്ര ചെയ്യുന്നത്. എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചു. എങ്ങോട്ട് പോകണമെന്ന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല. എന്നാലും എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. കാരണം നമ്മൾ 3 പേരുണ്ട്. 3 പേർക്ക് യാത്ര ചെയ്യാൻ കുറച്ചൊരു കൺജസ്റ്റഡ് ആണെന്ന് നമുക്ക് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലും എങ്ങനെയുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാലും നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി യാത്ര ചെയ്യും. കാരണം ചിങ്ങുവാണ് അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്നത്. കാരണം അവൾ ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് ബൈക്കിൽ കുറച്ച് ദൂരമെങ്കിലും യാത്ര ചെയ്യുന്നത്. കാരണം എവിടെയും പോകാറില്ല, നമ്മൾ കാറിൽ തന്നെയാണ് മൊത്തം യാത്രകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബൈക്ക് പണ്ടുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തതുകൊണ്ട് പിന്നെ ബൈക്കിലൊന്നും യാത്രകൾ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം നടന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നേരെ അങ്ങനെ പോയി കുറുവാദ്വീപ് വഴി അങ്ങനെ കയറിപ്പോയി പാവലിക്ക് പോകാമെന്ന് വെച്ചു. അപ്പം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ പ്ലാനുകളൊന്നുമില്ല, അങ്ങ് പോകാമെന്നുള്ള കണ്ടീഷനിൽ പോയി. അപ്പം കുറച്ച് ദൂരമൊക്കെ പോയി കഴിയുമ്പോൾ ചിങ്ങൂർ വന്നു. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ പോയി നമുക്ക് നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ബാവലി വരെ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ബാവലി സഫ ഹോട്ടലിൽ പോയി അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഇല്ലായിരുന്നു കഴിക്കാൻ. പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പൊറോട്ടയും മീൻകറിയും കഴിക്കാൻ പറഞ്ഞു. ഓരോ പൊറോട്ട വെച്ച് ഞങ്ങൾ 3 പേരും വാങ്ങിച്ചു. ഒരു മീൻകറിയും മേടിച്ചു, അധികമൊന്നും മേടിച്ചില്ല. എന്നിട്ട് അവിടെ നിന്ന് അതെല്ലാം കഴിച്ചപ്പോൾ ചിങ്ങുന് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചിങ്ങ് പറഞ്ഞു എന്നാൽ പിന്നെ ലൈസ് കഴിച്ചേക്കാം, ലൈസ് അത്ര നല്ലതല്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ കാട്ടിക്കുളം റോഡിലേക്ക് നേരെ പിടിച്ചു. ആ റോഡ് വളരെ ഒരു വൈബാണ്. കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു റൈഡ് ചെയ്യുന്നത്. കാരണം ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ബൈക്കിനായിരുന്നു ബാംഗ്ലൂർക്ക് മൈസൂർക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ വളരെ എൻജോയ് ചെയ്ത് പോകുന്നൊരു റോഡായിരുന്നു. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് ഇപ്പോഴും പോകുമ്പോഴും ആ ഒരു ഫീൽ ഇപ്പോഴും അവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരമൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചിങ്ങൂന് വെള്ളം കുടിക്കാൻ താഴ്ച്ചു. അപ്പോൾ അമ്മയും മോളും കൂടെ വെള്ളം കുടിക്കുകയാണ്. കാരണം കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും മടുത്തു. കാരണം അങ്ങനെ ബൈക്കിൽ യാത്രകൾ ചെയ്യാറില്ലായിരുന്നല്ലോ, വളരെ കുറഞ്ഞ യാത്രകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ അവിടുന്ന് കാട്ടിക്കുളം റോഡ് പിടിച്ച് നേരെ മാനന്തവാടി എത്തി. മാനന്തവാടി ചെന്നപ്പം മാങ്ങ ഇരിക്കുന്നുണ്ട്, വേഗം മാങ്ങ പിടിക്കാമെന്ന് പറഞ്ഞു. നേരെ അവിടുന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അജിഷ ചേച്ചീൻ്റെ വീട്ടിലോട്ട് നേരെ വെച്ച് പിടിച്ചു. അജിഷ ചേച്ചീൻ്റെ അടുത്ത് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒന്ന് വീണിട്ട് കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്നുണ്ട്. അന്നന്ന് പോയേക്കാന്ന് ഓർത്ത് അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്കൊന്ന് പ്ലാൻ തിരിച്ച് വിട്ടതാണ്. അപ്പോൾ അവിടെ ചെന്നപാടെ ചിങ്ങോട്ട് ഡ്രസ്സെല്ലാം മാറി അവരുടെ കൂടെ കളിക്കാൻ കാര്യങ്ങളൊക്കെ. അവിടെ കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ കൂടെയാണ് ഫുൾ എൻജോയ്മെൻറ്റ്. കാരണം കുഞ്ഞവളും കൂടെ വളരെ ഒരു വൈബിലുള്ളൊരു കാര്യങ്ങളാണ്. അവർ രണ്ടും കൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും കണ്ടു. അപ്പോൾ അവിടെ ചെന്നപ്പം ആരെങ്കിലും ചെയ്യുന്നുണ്ട്, ഒരു മണ്ണ് തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ അതിൻ്റെ പുറകെ ഓടിക്കളിച്ച് ആ മണ്ണിൽ കൂടെ ഇരുന്ന് നിറച്ച് ചെളിയും പൊടിയിലാക്കി അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളാണ്. അവിടെ പോകാൻ ചിങ്ങുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൈക്കിൾ ഓട്ടാം, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങനെ പോയി. അതെല്ലാം കഴിഞ്ഞ് ചിങ്ങ് വേഗം ഡ്രസ്സൊക്കെ മാറ്റി പോകാനുള്ള പരിപാടികളൊക്കെ പതുക്കെ നോക്കി. അപ്പോൾ ചേച്ചിനോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സമയമൊക്കെ വൈകിയായിരുന്നു. അപ്പോൾ ഒരുപാട് ലേറ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി.